തൃശൂരിലെ കുംഭാര സമുദായത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. കുംഭാര വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. യോഗത്തിൽ കുംഭാര സമുദായ നേതാക്കളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ നടത്തറ പഞ്ചായത്തിൽ പരമ്പരാഗത മൺപാത്ര നിർമ്മാണം നടത്തുന്ന കുംഭാര സമുദായ കോളനിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സന്ദർശനം നടത്തിയിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് കളിമണ്ണ് ലഭിക്കാത്ത വിഷയം മുതൽ ഖാദി കമ്മീഷൻ സമുദായത്തിന് നൽകിയ ഭൂമി നടത്തറ ഫാർമേഴ്സ് കോർപ്പറേറ്റീവ് സഹകരണ സംഘം കയ്യേറിയതടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ അധ്യക്ഷതയിൽ തൃശൂരിൽ ഉന്നതതല യോഗം ചേർന്നത്. കുംഭാര സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തുവെന്നും പ്രശ്നപരിഹാരത്തിന് വേണ്ടി സർക്കാരിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പരിഹാരത്തിലേക്ക് നയിക്കാവുന്ന ചർച്ചകൾ നടന്നിട്ടുണ്ട്, സൊല്യൂഷൻസും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നിയമപരമായ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുള്ളത് കൊണ്ട് തണ്ണീർത്തട നിയമം, വെറ്റ്ലാൻഡ്, പാഡി ലാൻഡ് ഇങ്ങനെയുള്ള ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ച് നമുക്ക് തീരുമാനങ്ങളിലേക്ക് എത്താനൊക്കത്തില്ല. അപ്പോൾ സർക്കാരിലേക്ക് ഒരു പാക്ക് ഓഫ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പുള്ള ഏതൊക്കെ വിഷയങ്ങളാണ് പരിഗണിക്കപ്പെടേണ്ടത്, അതിൽ കുംഭാര സമുദായത്തിൻ്റെ പരിഗണിക്കപ്പെടേണ്ട മേഖലകളൊക്കെ പരമ്പരാഗത തൊഴിൽ എന്ന് പറയുന്ന ഒരു ടാഗ് അവർക്ക് ലഭിക്കണം, സംവരണ സാധ്യതകൾ, ഇതെല്ലാം ചർച്ചയിൽ വന്നിട്ടുണ്ട്. നടത്തറ പഞ്ചായത്തിലെ 1, 13, 16, 17 വാർഡുകളിലും തൃശൂർ കോർപ്പറേഷനിലെ 21-ാം ഡിവിഷനിലുമായി മൺപാത്ര നിർമ്മാണം ഉപജീവനമാക്കി 100ഓളം കുംഭാര കുടുംബങ്ങളാണ് കഴിയുന്നത്. ഇവർക്ക് മൺപാത്ര നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് എത്തിക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ച ഉന്നത ഉദ്യോഗസ്ഥരുമായി വീണ്ടും ചർച്ച നടത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. യോഗത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, കുംഭാര സമുദായം സംസ്ഥാന പ്രസിഡന്റ് PN വിജയൻ, വിവിധ സർക്കാർ വകുപ്പ് മേധാവിമാരും യോഗത്തിൽ പങ്കെടുത്തു. ജനം, തൃശൂർ.